ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 10 നാടൻ റോസ് കോംബോ ആയിട്ടാണ്. അതിനു മുന്നേ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. കുറച്ച് തിരക്കിലായിരുന്നു. നമ്മുടെ ഗാർഡനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാർഡനിൽ വെള്ളം ഇറങ്ങുന്ന പ്രോബ്ലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് സോൾവ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. നമ്മൾ വേറൊരു പ്രോപ്പർട്ടി എടുത്ത് ഗാർഡൻ മാറ്റുന്നൊരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കൊറിയേഴ്സ് കൂടി അയക്കാനുണ്ട്. അത് ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും ഇനി അയക്കാനുള്ള കൊറിയേഴ്സ് എല്ലാം അയക്കുന്നത്. ഒരുപാട് പേർക്ക് മെസ്സേജിന് ഇനി റിപ്ലൈ കൊടുക്കാനുണ്ട്. അത് തിരക്കിലായിരുന്നത് കൊണ്ടാണ് എനിക്ക് തരാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ കോംബോയിൽ വരുന്ന റോസുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈസിൽ വരുന്ന, ഈ 6 പോട്ടിൽ വരുന്ന ഇതേപോലത്തെ സൈസിൽ വരുന്ന പ്ലാന്റ്സുകളാണ്. ഇതെല്ലാം നമ്മുടെ ഗാർഡനിൽ ഇറങ്ങിയിരിക്കുന്ന റോസുകളാണ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന, ഇപ്പോൾ ഞാൻ കുറച്ച് റോസുകൾ കാണിക്കുന്നുണ്ട്. 10 റോസല്ല, അതിന് മേലെ റോസുകൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം നാടൻ വെറൈറ്റീസാണ്. ഇതിനകത്ത് നിന്ന് 10 നാടൻ റോസുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക. ഞാൻ 10-12ഓളം റോസുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് 10 നാടൻ റോസുകളായിരിക്കും നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു തരിക, കോംബോ ആയിട്ട് അയച്ചു തരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള, ഇപ്പോൾ കണ്ടില്ലേ ബ്രിട്ടീഷ് ക്യൂന്, അതുപോലെ തന്നെ അടുത്ത് നമുക്ക് 7 ഡേയ്സ് വരുന്നുണ്ട്, 7 ഡേയ്സ് റോസ്, അതുപോലെ നാടൻ ഓറഞ്ച്, അതായത് പീച്ച് ഓറഞ്ച് എന്ന് പറയുന്ന നാടൻ ഓറഞ്ച്, സ്റ്റെറീന റോസ്, കമ്മൽ റോസ്, സമ്മർ സ്നോ, കരിഷ്മ, ബ്രിട്ടീഷ് ക്യൂന്, അപ്പോൾ അതുപോലെ തന്നെ പിങ്ക് ബട്ടൺ, ബോണിക്ക, അങ്ങനെ തുടങ്ങിയ മഞ്ഞ, യെല്ലോ മിനിയേച്ചർ അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും ഇതിനകത്തുണ്ട്. നാടനായിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഇതിനകത്തുണ്ട്. അപ്പോൾ നാടൻ റോസ് മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ 10 നാടൻ റോസിൻ്റെ കോംബോ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്.